അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് റമളാൻ 16. നമ്മിൽ നിന്ന് റമളാൻ മാസത്തിലെ പകുതി ദിവസങ്ങളും കഴിഞ്ഞുപോയി. ഇനിയാകെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ ദിവസമെങ്കിലും കൂടുതൽ ഇബാദത്ത് ചെയ്യാനും റബ്ബിലേക്ക് കഴിയുന്ന രീതിയിൽ അടുക്കാനും നാം ശ്രമിക്കണം. കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. നാളെയാണ് റമളാൻ 17, അതായത് ബദർ ദിനം. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെയും കൂടുതൽ പ്രാധാന്യവും അർഹിക്കുന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. നാളെയാണ് ബദരീങ്ങളുടെ ആണ്ട് നമ്മൾ കൊണ്ടാടുന്നത്. ബദർ മൗലീദ് നമ്മൾ ഓതണമെങ്കിൽ, അല്ലെങ്കിൽ ബദർ മൗലീദ് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ ബദർ യുദ്ധത്തെക്കുറിച്ച് ഹ്രസ്വമായ രീതിയിലെങ്കിലും നാം അറിഞ്ഞിരിക്കണം. മദീനയിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരമുള്ള സ്ഥലമാണ് ബദർ. അവിടെ കിനാന അല്ലെങ്കിൽ ബനു ലംറ ഗോത്രക്കാരനായ ബദർ ബിനു യഖ്ലദ് ബിനു നളുർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നത് കൊണ്ടാണ് ബദർ എന്ന പേര് ലഭിച്ചത്. ഒരു വ്യക്തിയുടെ നാമം ആ നാടിന് നൽകപ്പെട്ടു. ജനവാസം കുറഞ്ഞ ഗ്രാമമായിരുന്നു ബദർ. ബദർ ബിൻ ഖുറൈഷ് എന്നൊരാൾ അവിടെ ഒരു കിണർ കുഴിച്ചെന്നും അയാളുടെ പേര് കിണറിന് ലഭിച്ചെന്നും പിന്നീട് അത് സ്ഥലനാമമായി എന്നും അഭിപ്രായവുമുണ്ട്. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വർഗ വിവേചനത്തിനിടയിലുള്ള ധർമ്മസമരം, ഏക ഇലാഹെന്ന അള്ളാഹുവിലുള്ള വിശ്വാസം നിലനിർത്തുന്നതിനുള്ള ഇസ്ലാമിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധമാണ് ബദർ യുദ്ധം. ഹിജ്റ 2-ാം വർഷം റമളാൻ മാസം 17-ന് അത്യുഷ്ണമുള്ള ഒരു വെള്ളിയാഴ്ചയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ യുദ്ധമായ ബദർ യുദ്ധം നടന്നത്. 300-ൽ പരം സഹാബികൾ പ്രസ്തുത യുദ്ധത്തിൽ പങ്കെടുത്തതായി സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും കാണാം. ആയുധങ്ങളും മറ്റ് യുദ്ധസാമഗ്രികളുമായി വന്ന 1000-ഓളം ശത്രുക്കളെ സഹാബത്ത് നേരിട്ടതും ശത്രുപക്ഷത്തിൻ്റെ പല പ്രമുഖരും കൊല്ലപ്പെട്ടതും ഇസ്ലാമിന് വിജയം ലഭിച്ചതും ഇവിടെ ശ്രദ്ധേയമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾക്കാണ് ബദരീങ്ങൾ എന്ന് പറയുന്നത്. ബദറിൽ പങ്കെടുത്തവരുടെ മഹത്വം ഇമാം ബുഖാരി അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്ത് രേഖപ്പെടുത്തിയതായി കാണാം. കുട്ടിയായിരുന്ന ഹാരിസ റളിയല്ലാഹു അൻഹുവിനു ബദർ യുദ്ധത്തിൽ അമ്പേറ്റു. അപ്പോൾ അവരുടെ മാതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പരാതിപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു: നിശ്ചയം ഹാരിസ സ്വർഗത്തിലാണ്. ബുഖാരി. അൻസാരികളിൽ നിന്ന് ആദ്യം ഷഹീദായ വ്യക്തിയാണ് ഹാരിസ. ഹൗദിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുപക്ഷത്തു നിന്നുള്ള ഹിബ്ബാബിനു ഹർക്കത്താണ് അമ്പെയ്ത് ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. ജന്നത്തുൽ ഫിർദൗസാണ് ഹാരിസക്ക് വാഗ്ദാനം ചെയ്തത്. ബദർ യുദ്ധം അനിവാര്യമായിരുന്നു. സ്വന്തം നാടും വീണ്ടും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് മദീനത്തേക്ക് പോന്ന ഒരു ജനതയെ അവിടെയും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് വന്നാൽ എന്തു ചെയ്യും? മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽപ്പില്ലെന്ന് വന്നാൽ എന്തു ചെയ്യും? അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും യുദ്ധം ചെയ്യേണ്ടി വന്നു. ബദർ യുദ്ധം നടന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ശഅബാൻ മാസത്തിലാണ് റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. പക്ഷേ ബദർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇസ്ലാം അനുവദിച്ച പ്രകാരം നോമ്പ് മുറിച്ചിരുന്നു. 1000-ഓളം വരുന്ന ശത്രുപക്ഷത്തോടൊപ്പം 600 അങ്കികളും 100 കുതിരകളും 700 ഒട്ടകങ്ങളും പാട്ടുപാടി നൃത്തം വെച്ച് ആവേശം കൊള്ളിക്കാൻ നർത്തകിമാരും കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിം പക്ഷത്ത് 313 സഹാബികളും 60 അങ്കികളും 2 കുതിരകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. 3 പതാകകൾ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വഹിച്ചിരുന്നു. ഒരു പതാക വെളുത്തതും 2 കറുത്തതുമായ പതാകകൾ. വെളുത്ത കൊടി മിസ്അബ് ബിനു ഉമൈർ റളിയല്ലാഹു അൻഹുവും കറുത്ത കൊടികൾ ഒന്ന് അലി റളിയല്ലാഹു അൻഹുവും മറ്റൊന്ന് സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹുവുമായിരുന്നു വഹിച്ചിരുന്നത്. ശത്രുപക്ഷത്തു നിന്നും 70 പേർ കൊല്ലപ്പെടുകയും 70 പേരെ മുസ്ലിങ്ങൾ ബന്ദിയാക്കുകയും ചെയ്തു. മുസ്ലിം പക്ഷത്തു നിന്ന് 14 പേര് ഷഹീദായി. 8 അൻസാറുകളും 6 മുഹാജിറുകളും, അതായത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയവർ.
ഉബൈദത്ത് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിനു അബി വക്കാസ് റളിയല്ലാഹു അൻഹു, ദുശ്ശിമാലൈനി റളിയല്ലാഹു അൻഹു, ആഖിൽ ബിനു ബുഖൈർ റളിയല്ലാഹു അൻഹു, മിഹജത്ത് റളിയല്ലാഹു അൻഹു, സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നിവരാണ് മുഹാജിറുകളായ ശുഹദാക്കൾ. സഅദ് റളിയല്ലാഹു അൻഹു, മുബശ്ശിർ റളിയല്ലാഹു അൻഹു, യസീദ് റളിയല്ലാഹു അൻഹു, ഉമൈർ ബിനുൽ ഹുമാം റളിയല്ലാഹു അൻഹു, റാഫിയ റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹു അൻഹു, ഔഫ് ബിനു ഹാരിസ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് റളിയല്ലാഹു അൻഹു എന്നിവരാണ് അൻസാറുകളിൽ നിന്നും ഷഹീദായവർ. ബദരീങ്ങൾ ആദരിക്കപ്പെട്ടതുപോലെ അവരുടെ നാമങ്ങളും ആദരിക്കപ്പെട്ടതാണ്. അവരുടെ നാമങ്ങൾ എഴുതി വെക്കുന്നതും പാരായണം ചെയ്യുന്നതും വലിയ പുണ്യമുള്ള അമലാണ്. വല്ല വ്യക്തിയും സ്വന്തം ശരീരത്തിൻ്റെയോ വീടുകളിലോ ചരക്കുകളിലോ കടകളിലോ അസ്മാ ഉൽ ബദർ എഴുതി വെച്ചാൽ അത് മുഖേന അള്ളാഹുവിൻ്റെ കാവലും സർവ്വവിഷമങ്ങളിൽ നിന്നും അവനു അള്ളാഹു മുക്തിയും നൽകുന്നതാണെന്ന് ഇമാമുകൾ ഉദ്ധരിച്ചതായി കാണാം. പ്രമുഖ സഹാബി വനിത ബീവി റുബയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ വിവാഹ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അന്ന് എൻ്റെ വീട്ടിൽ ചില പെൺകുട്ടികൾ ബദറിൽ ഷഹീദായ ശുഹദാക്കളുടെ പേരുകൾ പറഞ്ഞ് ബദർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. ഇത് കണ്ട പെൺകുട്ടികൾ ബദർ പാട്ടുകൾ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് ചൊല്ലാൻ തുടങ്ങി. അതിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ പാടി, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഖദീം, അതായത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട്. എന്നാൽ ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തത്സമയം ഇങ്ങനെ പറഞ്ഞു, എന്നെപ്പറ്റിയുള്ള കാവ്യം നീ ഉപേക്ഷിക്കുക, ആദ്യം ആലപിച്ചത് തന്നെ തുടരുക. ബുഖാരി. ബദർ ശുഹദാക്കളുടെ കാവ്യം ആലപിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അത് നിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടികളോട് ആവശ്യപ്പെട്ടതെന്ന് മിർക്കാത്തിൽ കാണാം. എല്ലാ വർഷവും റമദാൻ 17 വരുമ്പോൾ മുസ്ലിങ്ങൾ ബദർ ദിനം ആചരിക്കുന്നു. പ്രസ്തുത ദിവസം ബദർ മൗലീദും യാസീനും ഓതി ഭക്ഷണ വിതരണം നടത്തുന്ന ചര്യ നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്ന ഒരു സദാചാരമാണ്. ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞ് തവസ്സുലാക്കി ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികൾ ബദർ പാട്ടും മൗലീദും വീട്ടിലും പള്ളികളിലും നടത്തുകയും ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ബദർ ആണ്ട് നേർച്ച നടത്തലും അതിലേക്ക് വസ്തുക്കൾ നേർച്ചയാക്കലും പുണ്യകരമായ കാര്യമാണ്. അതാതു നാട്ടിലെ പതിവും വഴക്കവുമാണ് അതിന് നാം പരിഗണിക്കേണ്ടത്.